അസർഫിന്റെ പാട്ടുള്ളത്. അസർഫിന്റെ പാട്ടുണ്ട്. ഹലോ, മലയാളം മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. അപ്പം ഇന്ന് നമ്മളെ മുത്തുമണി സ്കൂൾക്ക് ആദ്യമായിട്ട് പോകാൻ നിൽക്കുകയാണ് അല്ലേ. എങ്ങനെയുണ്ട് സ്കൂള്? ഹാപ്പി അല്ലേ ചേച്ചി? എന്നും സ്കൂൾക്ക് പോയി നല്ല കുട്ടിയായിട്ട്. പാർക്കൊക്കെ ഉണ്ടല്ലേ അവിടെ? പാർക്ക് എന്തൊക്കെയാ ഉള്ളത് പറഞ്ഞോ. ആ പിന്നെ പിന്നെ തന്നെ. പിന്നെ ടീച്ചർമാരൊക്കെ നല്ല സ്വഭാവ ടീച്ചർമാരില്ലേ? സ്കൂളിൻ്റെ പേരെന്താന്ന് എനിക്കറിയാം. AMLP സ്കൂൾ പുളിക്കൽ പറമ്പ്. നല്ല ഞാനൊക്കെ പഠിച്ചിരുന്ന സ്കൂളാണല്ലേ. ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ട് 4 വരെ ആ സ്കൂളിൽ പഠിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മങ്കട. ടീച്ചേഴ്സൊക്കെ നല്ല ഇതാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് മാറിയപ്പോൾ സ്കൂൾ ഒന്നുകൂടി ഉഷാറായിട്ട് വന്നു. ഒരുപാട് കുട്ടികളിപ്പോൾ പല ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ ഒരുവിധം അവിടെ തന്നെയാണ്. അപ്പോൾ മറ്റുള്ള സ്കൂളിൽ പോയിരുന്ന കുട്ടികളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ട്. ഇപ്പോൾ എൻ്റെ കുട്ടി തന്നെ അല്ലാമീനിൽ ഒക്കെ പഠിച്ചിരുന്നു, മങ്കട ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇവിടെ ടീച്ചേഴ്സൊക്കെ മാറി ഒന്നും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിലും അത് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും വലിയ കുട്ടി 2ാം ക്ലാസ്സിലേക്കാണ്. അവന് അത്യാവശ്യം ഉഷാറായി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചെറുത് ഷാനു, എന്താ പേര്? ശരിക്കുള്ള പേരാണ് നമുക്ക് മെഹസോൻ. അപ്പോൾ ഓനെന്തായാലും അതിൽ ചേർത്തിക്കണം. അപ്പോൾ നമ്മളതിൻ്റെ പ്രവേശനോത്സവമാണെന്ന്. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് കാണാം. നമ്മളിവിടെ സ്കൂളിൻ്റെ അടുത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോസൊക്കെ കാണാം എന്തൊക്കെയുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബാക്കി എന്താ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? എങ്ങനെയാണ് ഉറക്കനെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ അല്ലേ. മറ്റ് വീഡിയോസ് കാണാം. ചാനലിൽ വേറെ കോമഡി വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കാണാം അല്ലേ. ഓക്കെ ലൈക്ക് കൊടുത്താ. അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് എത്തിയിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്തായാലും കുട്ടികളെ വെൽക്കം ചെയ്യാൻ ഇവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ചെക്കൻ കണ്ടില്ല നിങ്ങൾ? കുട്ടികളൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കി. ഈ ഒരു ഐഡിയ അതെന്തായാലും ഉഷാറായി. കുട്ടികൾക്കത് കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. നമ്മളെ മായ ടീച്ചറാണ് സ്കൂളത്തെ. എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല ടീച്ചർ. നല്ല നുള്ളൊക്കെ കിട്ടിക്കോണേ. നമ്മൾ 6-ാം പറപ്പ് കാണിച്ചാൽ അങ്ങനെ തന്നെ അല്ലേ. അത് വാങ്ങാത്തവരുണ്ടാവില്ലല്ലോ. എന്തായാലും പഠിച്ചവരൊക്കെ ടീച്ചർമാർ മറന്നേക്കോളൂ. നമ്മൾ പഠിക്കാത്ത നമ്മളൊക്കെ എപ്പോഴും അവർക്ക് ഓർമ്മ ഉണ്ട്. അതങ്ങനെയാണല്ലോ. എന്തായാലും കുട്ടികൾ ഫുള്ള് ഹാപ്പിയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇത് ആദ്യം നമ്മളെ മാമൻ്റെ മകനാണ്. അമ്മായി വരുന്നുണ്ട്. അമ്മായി നമ്മളെ ചാനലിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറയലുണ്ട്. അമ്മായിനൊന്ന് വൈറലാക്കണം. അപ്പോൾ ഷാനുതാ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ചു. ഇടത്തെ കാലം വെച്ചാൽ കയറുന്നത്. അത് പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളതല്ലേ. നമുക്ക് PT പീരീഡ് ഇൻ്റർവെല് മാത്രമാണ് സ്കൂളിൽ ഇഷ്ടമുണ്ടായത്. അപ്പോൾ എന്തായാലും ടീച്ചർ ആ നീല ഡ്രസ്സ് ഇട്ടാണ് നോക്കുന്നുണ്ട്. കുട്ടീനെ കയ്യിലെടുക്കാൻ പറഞ്ഞോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നടക്കുമെന്ന് അറിയില്ല. ഇവനെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. എന്തായാലും ഇതുവരെ വളരെ ശരിയാണ്. മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. ഇനി എന്താവുമെന്ന് അറിയാം. എന്തായാലും പ്രെയർ തുടങ്ങാനായി. അങ്ങനെ പ്രെയർ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളെ വല്യമ്മേനെ കണ്ടത്. വല്യമ്മായി പിന്നെ ഏത് നേരം ഓൺലൈനിലാണ്, ഭയങ്കര ബിസിയാണ് ആൾ. അപ്പോൾ നടുവത്തെ അമ്മായി അവിടെ ഒളിച്ചോളി വെച്ചിട്ടുണ്ട്. ക്യാമറ കണ്ടാൽ നടുവത്തെ അമ്മായിക്ക് ഒരു കൊളിച്ചിലാണ്. അപ്പോൾ ഇത് കുഞ്ഞമ്മായിക്കാണെങ്കിൽ അതിലേറെ നാണം. ചുരുക്കം പറയാച്ചാൽ ഇപ്പോൾ പുളിക്കൽപ്പറമ്പ് സ്കൂളിൽ മൊത്തം നമ്മളെ കുടുംബക്കാരാവുന്ന തോന്നുന്നത്.
ഇതിട്ടൊക്കെ ഇനി വരാനുള്ളതാണ് കണ്ടില്ല നിങ്ങൾ. അപ്പോൾ എന്തായാലും ഇവരെ നോക്കിന്നാലേ നമ്മളെ വേറെ അറിയില്ല. അപ്പോൾ ചോറും സാമ്പാറുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം നെയ്ച്ചോറും കടായി ആയിരുന്നു. അത് കുറില്ലാത്തതിൽ എന്തായാലും നമുക്ക് മാനേജ്മെൻറ്റിനോട് ചെറിയൊരു പരിഭവമൊക്കെ ഉണ്ട്. അത് നമ്മൾ പുറത്താണിക്കില്ല. അപ്പോൾ ഒക്കെ പറഞ്ഞ മാതിരി പൈരങ്ങളെ ബാൻഡ് സെറ്റും പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളി. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ. ഇനിയിപ്പോൾ തിരക്കില്ലെങ്കിൽ ഷോർട്സിലൊന്ന് കയറിയിട്ട് അതിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് പോയിക്കോളി. പ്രഷറും ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ്. ഈ കുട്ടികളുടെ പരിപാടി ഞങ്ങളും പോയിക്കോളി.